എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ എന്താണ് ഫിയർ, പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഫിയർ എന്താണെന്ന് പറയാം. പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഫിയറിനെ കുറിച്ചിട്ട് അല്ലേ? അപ്പോൾ എന്താണ് ഫിയർ, മനുഷ്യൻ്റെ പിന്നെ ഫിയർ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങളെന്നെ സ്റ്റാർട്ട് ചെയ്യും. ജാഫറെ ഇങ്ങനെ പറയും, പബ്ലിക് സ്പീക്കിങ്ങിൽ തന്നെ ഫിയറിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യണോ? ഫിയർ എന്ന് ടോട്ടലി ഫിയർ എന്താണെന്ന് സംസാരിക്കുക. എന്താണ് ഫിയർ, എങ്ങനെയാണ് ഫിയറിനെ നിങ്ങൾ സൂം ചെയ്താൽ എന്താ ഉണ്ടാവുക? എന്താണ് ഫിയർ എന്ന് പറയുന്ന സാധനം? ഫിയർ എന്ന് പറഞ്ഞാൽ സൂം ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. ഫിയർ വേണ്ടേ? ജാഫറിന്റെ അഭിപ്രായത്തിൽ ഫിയർ വേണ്ടേ? ഫിയർ എന്ന് പറഞ്ഞ സാധനം വേണമെന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഫിയർ ഉണ്ടല്ലോ. അപ്പൊ അതൊരു ആവശ്യമായ സാധനമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായത് ഈ ഫിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ, നമ്മളെ പൂർവികന്മാരൊക്കെ കാട്ടിലുണ്ടായിരുന്ന ആൾക്കാരേന് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹണ്ടിങ്ങിന് പോവാണ്. എന്ത് വേണമല്ലോ ആ ഗുഹയിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് കയറുമ്പോൾ തന്നെ അല്ല നരിയോ സിംഹോ അല്ലെങ്കിൽ ഏത് വന്യമൃഗമാണ് നമ്മളെ അല്ലെ മനുഷ്യനെ തന്നെ ചിലപ്പോൾ ശരിയാകും. അത് അപ്പോൾ ഇതിന് അലർട്ട്നെസ് ഉണ്ടാകാൻ വേണ്ടി ഫിയർ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ഇല്ലെങ്കിൽ എന്തൊക്കെ ഒരവസ്ഥ, റിഫ്ലക്സ് ആക്ഷൻ കിട്ടൂല. അപ്പോൾ നമ്മിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ വേദഗ്രന്ഥങ്ങൾ തന്നെ ഈ ഫിയറിനെ പറ്റിയിട്ടും സ്വർഗത്തിനെ പറ്റിയിട്ടും നരകത്തിനെ പറ്റിയിട്ടും ഫിയറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഫിയർ വേണ്ടുന്ന ഒരു ഇമോഷനാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഫിയർ വളരെ ലോ ലെവലിൽ കിടക്കുന്ന, ഏറ്റവും അടിത്തട്ട് കിടക്കുന്ന ഒരു ഇമോഷനായിട്ടാണ് കാണുന്നത് അല്ലേ? പബ്ലിക് സ്പീക്കിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ ആ സ്റ്റേജിക്കാണ് കയറുന്നതിന് മുമ്പുള്ള ഒരു ടൈം, അതെന്താ വെച്ചാല് അത് നമ്മളെ പറ്റിയിട്ട് ജഡ്ജ്മെന്റൽ ആകോ, നമ്മളെ മൊത്തത്തിൽ ആകപ്പാടൊരു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ആ സ്റ്റേജ് പ്രസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പൊ ഈ സാധനം കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അപബോധ മനസ്സല്ലേ, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതിന് സാധനം കയറും. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനീഷ്യലി നമ്മളാ സ്ട്രെസ്ഫുൾ ആകുമ്പോ സ്വാഭാവികം ചെന്ന് കേറുന്ന കുറച്ച് സമയം, യെസ്, അപ്പൊ അത് സ്റ്റേജ് സമയത്തുണ്ടാകുന്നൊരു മരണഭയം കഴിഞ്ഞാൽ നടന്നു പോകുന്ന സ്റ്റേജിക്ക് ചെന്ന് കേറി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു പകുതി ഫിയർ പോകും തോന്നുന്നു അല്ലേ? പിന്നെ അവിടുന്ന് എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അല്ലേ? അത് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ബ്രെയിനിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലെല്ലാം ഉണ്ട്. പക്ഷെ ഇത് അവിടുത്തെ നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ കടന്നിട്ട് നമ്മളെ സ്പൈക്ക് ആക്കും. അപ്പോൾ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് ആവും. നമ്മളെ ബ്രെയിനിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് പുറത്തു വരാത്തൊരവസ്ഥ വരും. ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താ ജാഫറിന്റെ അങ്ങോട്ട് വരൂല, വൈബ്രേഷൻ ശരിയാവില്ല, വൈബ്രേഷൻ. പിന്നെ പൊതുവെ നമ്മളിത് എന്താ പറയാ, നമ്മള് ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. എക്സാക്ട്ലി. അതായത് ആ ഫ്ലോ, സംസാരിക്കുന്നതിന്റെ ഫ്ലോ ഒക്കെ പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്ങിലൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒരു അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു മനുഷ്യൻ ഓടിച്ചെന്നിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ പറയുന്നല്ലാതെ. ഇതിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓട്ടോമേറ്റഡ് ലൈഫ് അല്ലെങ്കിൽ വളരെ സിന്തറ്റിക് ലൈഫാണല്ലോ അല്ലെ, ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നൊക്കെ പ്രോഗ്രാംഡ് ലൈഫ്, മെക്കാനിക്കൽ ലൈഫ്, യെസ്, കോർപ്പറേറ്റ് ലൈഫ്. ഇവിടെയൊക്കെ ഈ പുലികളും സിംഹങ്ങളും തന്നെയല്ലേ ഉള്ളത്. ആക്ച്വൽ ലൈവിൽ നമ്മൾ ഇതൊന്നും ഇല്ല. ബട്ട് നമ്മളൊരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ പുലികളാണ്. ഈ കാണുന്നിടത്തൊക്കെ ഈ സ്ട്രെസ് കൊണ്ടിട്ടിരിക്കണ് പല പല പുലികൾ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ അവിടെ കിടന്ന് നമ്മളെ സ്ട്രെസ് ഹോർമോണിനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിനെ തന്നെ കില്ല് ചെയ്യുന്ന പോലെ. ബട്ട് ഇറ്റ്സ് വെരി ഈസി പബ്ലിക് സ്പീക്കിംഗ്, റൈറ്റ്? അതായത് നമ്മള് ഈസി അല്ല പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം, ഈസി അല്ല. അതിപ്പോ ഏത് വെൽ നോൺ പബ്ലിക് സ്പീക്കറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈസി അല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം പല സമയത്ത് പല ആളുകളായിരിക്കുമല്ലോ നമ്മളെ
മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നമ്മളെ ഇന്ററാക്ഷനിൽ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ആ വേവ് ലെങ്ത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫ്രീക്വൻസി സെറ്റ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഈസിയായ ഒരു ഇതല്ല. ഈസി. പക്ഷെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഓട്ടോമാറ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മള് ഓരോ സ്പീച്ചിന് പോകുമ്പോഴും അതൊക്കെ പിന്നെ നമ്മൾ അഡ്വാൻസ് ലെവലാണ്. അതിനെ കുറിച്ച് നമ്മള് പിന്നെ ടോപ്പിക്ക് തയ്യാറാക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. പക്ഷെ ഓവർ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനത്ര റിസൾട്ട് കാണുമെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് നമ്മുടെ അടുത്ത് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെലിവർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സ്മൂത്ത് ആയിട്ട് എങ്ങനെ ആളുകളിലേക്ക് കൺവേ ചെയ്യാം. അതിന്റെ ഒരു നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ നമ്മുടെ ഓഡിയൻസിന് അത് കൺവേ ചെയ്യേണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അലൈൻമെന്റിൽ എത്തണം. അതെനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഫോം ചെയ്തിരിക്കുന്ന രീതി തന്നെ നമ്മുടെ ഈ ചെറുപ്പം മുതലേ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമ്മൾ ആ ഫിയർ ഓഫ് പിന്നെ വാളിന്റെ അടിയിലാണ്. രണ്ട് എന്ന് പറയാൻ പറ്റില്ല, മൊത്തത്തിലുള്ള വാളിന്റെ അടിയിലാണ് നമ്മൾ. അത് പാരന്റ്സ് ആവാം, സൊസൈറ്റി ആവാം, പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മളങ്ങനെ അധികമായിട്ട് ഇപ്പൊ പറയണ്ട. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കൂടുതൽ ഇപ്പോൾ എക്സാം ആണെങ്കിലും എക്സാം ഉണ്ട സമയത്തും ഭയങ്കര ഫിയർ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാവും. ക്രിയേറ്റഡ് ഫിയേഴ്സ് ആണല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടെ ഇല്ലാത്തൊരു സംഗതി നമ്മുടെ ആ ഫിയർ. ഈ ഫിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ഫ്രീക്വൻസി ആയിട്ടാണ്. അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. പ്രാക്ടിക്കലായിട്ട് സം ടൂൾസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. ബ്രീത്തിങ് അതിന്റെ ഒരു മെത്തേഡാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. പല ആളുകളും പല മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. ചില ആളുകൾ ബ്രീത്തിങ് ഉപയോഗിക്കും, ചില ആളുകൾ എന്തെങ്കിലും ആക്ഷൻ ഉപയോഗിക്കും. പിന്നെ വേറെ ഒന്ന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. ഒന്ന് ഓവറൈഡ് ആവും. ഈ പോസിറ്റീവായിട്ടുള്ള കുറെ ഇമോഷൻസ് നമുക്ക് ഇതിന്റെ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതിനെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു ടൂളാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോക്കസിനെ ഇമ്പാക്ട് ചെയ്യും. ഫിയർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹെൽത്തി ലൈഫ് മാറില്ല, നമ്മുടെ അതർ പീപ്പിളിനായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും. ഇതൊക്കെ ഫിയർ കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ മോർ നവഡേയ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവാണെന്ന് പറയും ഫിയർ കൊണ്ടുണ്ട്. അപ്പോൾ അത് നമുക്കതിനെ ആങ്സൈറ്റി ഇതൊക്കെ ആങ്സൈറ്റി ഒക്കെ ഇതിന്റെ സ്റ്റെപ്പാണല്ലോ. ഫിയർ എന്തായാലും ഇപ്പൊ എത്ര ഓവർകം ചെയ്താലും ഫിയർ വരും. അതായത് ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിലും ഫിയർ ഉണ്ടാവും എന്ന് പറയും. പിന്നെ ആളാ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങോട്ട് സെറ്റ് ആകണം, എനർജി ബാലൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും മൂവ്മെന്റുകൾ ഉണ്ടാക്കുമ്പോൾ ആ എനർജി ടേക്കിംഗ് ആണ്. നമ്മുടെ ഓഡിയൻസിന്റെ എനർജി നമ്മൾ എടുക്കുമ്പോൾ തന്നെ, അതായത് ഓഡിയൻസായിട്ട് ആ ഇന്ററാക്ഷനും കൊടുക്കൽ വാങ്ങലാണ്, എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അതില് ആള് സെറ്റായി വരുന്നതാണ്. കറക്റ്റ് അബ്സല്യൂട്ട്ലി ട്രൂ. പിന്നെ വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഈ എനർജിയുടെ കേസ് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ അതിൽ അറ്റൻഷൻ സ്വാഭാവികമായിട്ടും വരുന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ ചില ആളുകൾ ചിലപ്പോൾ സെറ്റ് ആവൂല. അതായത് ഇപ്പൊ നമ്മളിപ്പോ രണ്ടുപേര് ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഒരാള് പിന്നെ ശബ്ദം കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് ഫ്ലോ വരും. പക്ഷെ അത് NLP-ലൊക്കെ അതിന് പ്രത്യേക ടൂൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ആളെ ഇത് ചെയ്യാൻ വേണ്ടിട്ട്. കൂടുതലായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? കൂടുതലായിട്ട് ഒരു വേറെ ദിവസത്തേക്ക് മാറ്റല്ലേ ടോപ്പിക്കിനെ. പിന്നെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. വേറെ നമുക്ക് പ്രിക്കോഷൻസ് നമ്മുടെ
നമ്മുടെ ഒരു എനിത്തിങ് നമ്മൾ പബ്ലിക്കിനായിട്ട് നമ്മൾ ഓഡിയൻസിനായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് തോന്നുന്നത്? അടുത്ത പോയിന്റ്സ്. ഇന്ററാക്ട് ചെയ്യുക, ഇപ്പം നമ്മൾ പൊതുവെ ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ആളുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ ഇപ്പോൾ നമ്മൾ പേര് വിളിച്ചിട്ടൊക്കെ നമുക്ക് അഭിസംബോധന ചെയ്യാം. അപ്പോൾ ആളുകൾ ഒന്നും കൂടെ ഒന്ന് കണക്റ്റ് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു. പിന്നെ പലരും ഓഡിറ്ററി ആയിരിക്കും, പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ. ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ നേരിട്ട് ചെന്നിട്ട് ഒന്നും കൂടെ കണക്ഷൻ കിട്ടും. ബൈ ടച്ചിങ്ങിലൂടെ ചിലർ കമ്മ്യൂണിക്കേഷൻ, ചിലവർക്ക് ബൈ വേർഡ് കൊണ്ടായിരിക്കാം, ചിലർ ലിസണിങ് ആയിരിക്കാം, ചിലവർ എഴുതുന്നതായിരിക്കാം. അങ്ങനെ പലവരും പല രീതിയിലാണ് ഇതിനെ എടുക്കുന്നത്. ചിലരുടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി, ഇൻഡിവിജ്വലാണ്, ഓരോ ഇൻഡിവിജ്വലിന് ഓരോ രീതിയിലാണ് ഇതിനെ ഇൻഫർമേഷൻ ടേക്ക് ചെയ്യണത്. അപ്പോൾ സ്കൂളിലും കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെയൊക്കെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു മൊണോട്ടോണസ് ആണല്ലോ. ആക്ച്വലി അവിടെ നടക്കുന്നത് ഓരോ കുട്ടികളും ഓരോ ഇൻഡിവിജ്വലാണ്. ചില കുട്ടികൾക്ക് അത് ഫീൽ ചെയ്തിട്ടായിരിക്കും പഠിക്കേണ്ടി വരും. അതായത് കനസ്തെറ്റിക്സ്, എന്തിനു പേര്, കനസ്തെറ്റിക്. ഫീൽ ഓട്ടോമാറ്റിക് വരും തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മള് അച്ചാർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് വെള്ളം വരുമല്ലോ. അപ്പൊ അത് ഫീല് സ്വാഭാവികമായിട്ട് മനുഷ്യൻ അങ്ങനെ. അതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ചിലർക്ക് റൈറ്റിംഗിലായിരിക്കും, എഴുത്തിലുള്ള കണ്ടാലും, ചിലർക്ക് റീഡിങ് ആയിരിക്കും, ചിലവർക്ക് കേട്ടിട്ടായിരിക്കും. ഇത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണുള്ളത്. അത് നമ്മുടെ ഓഡിയൻസിലും ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും നമുക്ക് കൂടുതലായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഒരു 80-20 കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പോകുന്നേ ഉള്ളൂ. That will be the success. Okay, all right. So see you next time. Bye. Thank you.